ഹലോ, ഷന പുത്തൻകോട്ട് ഹിയർ. നമ്മൾ PYQ ഡിസ്കഷൻ്റെ തേർഡ് പാർട്ടാണ്, റിസർച്ചിൻ്റെ PYQ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താണ്. 21st ക്വസ്റ്റ്യനിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചേഞ്ച് ഓഫ് ബിഹേവിയർ ഇൻ പീപ്പിൾ ആഫ്റ്റർ ദേ കം ടു നോ ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ റിസർച്ച് പ്രോഡക്റ്റ് ടു പ്രൊഡ്യൂസ് റിസൾട്ട് ദാറ്റ് ഡു നോട്ട് ഹാവ് വാലിഡിറ്റി ഈസ് നോൺ ആസ്. അതായത് റിസർച്ച് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പാർട്ടിസിപ്പൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടറിൽ അവർ ചേഞ്ച് വരുത്തും. അതിന് എന്താണ് പറയുക? നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്, ദാറ്റ് ഈസ് ഹോത്തോൺ ഇഫക്റ്റ്. നമുക്കറിയാം അല്ലേ? ബ്ലൈൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നൊരു ടേമും കൂടെ അവിടെ ഉണ്ട്. അത് നമ്മൾ മുന്നേ കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് ബ്ലൈൻഡ് ഇഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, ബ്ലൈൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കൺസീൽ ചെയ്യുന്നതിനെയാണ് ബ്ലൈൻഡ് എന്ന് പറയുക അല്ലേ? ബ്ലൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരാളെ ഇരുട്ടാക്കി അല്ലെങ്കിൽ നമ്മൾ അയാളെ കൺമൂടി കെട്ടുന്നതിനെയാണ് ബ്ലൈൻഡിങ് എന്ന് പറയുക. ബ്ലൈൻഡ് ഫോൾഡ് എന്നൊക്കെ പറയുന്നത് കണ്ണുമൂടി കെട്ടുന്നതിനെയാണ്. അപ്പോൾ ഇൻഫർമേഷൻ നമ്മൾ റിവീൽ ചെയ്യാതെ കൺസീൽ ചെയ്ത് വെക്കുന്നതിനെയാണ് ബ്ലൈൻഡിങ് എന്ന് പറയുന്നത്. ബ്ലൈൻഡിങ് 3 തരത്തിലുണ്ട്: സിംഗിൾ ബ്ലൈൻഡ്, ഡബിൾ ബ്ലൈൻഡ് ആൻഡ് ട്രിപ്പിൾ ബ്ലൈൻഡ്. സിംഗിൾ ബ്ലൈൻഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു മെഡിക്കൽ റിസർച്ച് ചെയ്യുവാണ്. ഒരു പെർട്ടിക്കുലർ അസുഖത്തിനുള്ള മെഡിസിൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയുവാണ് ഈ മെഡിസിൻ ഇഫക്റ്റീവ് ആണെന്ന്. എങ്ങനെ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? ഞാനൊരു ഗ്രൂപ്പിന് ഈ മെഡിസിൻ കൊടുക്കുന്നു, ഒരു ഗ്രൂപ്പിന് മെഡിസിൻ കൊടുക്കാതിരിക്കുന്നു. അതിൽ 2 പേരുടെയും പ്രോഗ്രസ് നോക്കുന്നു. മെഡിസിൻ കൊടുത്ത ആളുകൾക്ക് അസുഖം കുറയുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം ഈ മെഡിസിൻ ഇഫക്റ്റീവ് ആണെന്ന്. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിംഗിൾ ബ്ലൈൻഡ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. പാർട്ടിസിപ്പൻസിന് അറിയില്ല അവർക്ക് മെഡിസിൻ കൊടുക്കുന്ന കാര്യം. അപ്പോൾ എനിക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. A എന്ന് പറയുന്ന ഗ്രൂപ്പും B എന്ന് പറയുന്ന ഗ്രൂപ്പും. 2 പേർക്കും ഞാൻ ടാബ്ലറ്റ് കൊടുക്കും. അപ്പോൾ ഇവർ വിചാരിക്കും ഓക്കെ എല്ലാവരും ഈ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ A ഗ്രൂപ്പിന് മാത്രമായിരിക്കും റിയൽ മെഡിസിൻ കൊടുക്കുന്നത്. B ഗ്രൂപ്പിന് ഞാൻ കൊടുക്കുന്നത് ഡമ്മി മെഡിസിൻ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ വൈറ്റ് കളറ് ടാബ്ലറ്റാണ് കൊടുക്കുന്നത്. എൻ്റെ മെഡിസിൻ്റെ കളറ് വൈറ്റ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വൈറ്റ് കളറിലുള്ള ഇപ്പോൾ ഷുഗർ പൊടിച്ചിട്ട് അത് ടാബ്ലറ്റ് പോലെ ആക്കിയിട്ട് ഞാൻ കൊടുക്കും B ഗ്രൂപ്പിന്. അപ്പോൾ B ഗ്രൂപ്പും എന്ത് വിചാരിക്കും? ഞങ്ങൾക്കും മെഡിസിൻ കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ അവർക്ക് ആ ബയസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഹോത്തോൺ ഇഫക്റ്റ് ഉണ്ടാവില്ല. അതായത് മെഡിസിൻ കഴിക്കുന്നവർക്കും കഴിക്കാത്തവർക്കും ഒക്കെ എന്താണ്, ചിലപ്പോൾ അവർ വിചാരിക്കും ഓക്കെ ഞങ്ങൾ കഴിക്കുന്നില്ല അപ്പോൾ ഞങ്ങളുടെ അസുഖം മാറില്ല എന്നൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 പേർക്കും അങ്ങനെ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റില്ല ആർക്കാണ് റിയൽ ആയിട്ട് മെഡിസിൻ കിട്ടിയതെന്ന്. അപ്പോൾ അതിനെയാണ് സിംഗിൾ ബ്ലൈൻഡ് എന്ന് പറയാം. ഇനി ഡബിൾ ബ്ലൈൻഡ് എന്താണ്? ഞാൻ A ഗ്രൂപ്പിലോ B ഗ്രൂപ്പിലോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനാണ് ഞാൻ മെഡിസിൻ കൊടുക്കുക എന്ന് പറഞ്ഞു. അത് എനിക്കും അറിയില്ല. ഞാൻ എന്ത് ചെയ്യുവാണ്? വേറൊരാളുടെ അടുത്ത് പറയുകയാണ് ഇതിൽ A ഗ്രൂപ്പിനോ B ഗ്രൂപ്പിനോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് മെഡിസിൻ കൊടുക്കണം, അത് എൻ്റെ അടുത്ത് പറയരുത് എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ എനിക്കും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അവരെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഓൾറെഡി എനിക്കറിയാമെന്ന് വിചാരിച്ചു, ഞാൻ A ഗ്രൂപ്പിനാണ് മെഡിസിൻ കൊടുത്തതെന്ന് എനിക്കറിയാം. പക്ഷെ അവർക്കറിയില്ല. സിംഗിൾ ബ്ലൈൻഡ് ആണല്ലോ, അവർക്കറിയില്ല. അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം A ഗ്രൂപ്പിനാണെന്ന്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എനിക്കൊരു ബയസ് ഉണ്ടാവും. ഈ ഗ്രൂപ്പിന് മെഡിസിൻ കൊടുത്താണല്ലോ. അപ്പോൾ എനിക്ക് ചുമ്മാ ചിലപ്പോൾ തോന്നും ഇവർക്ക് കുറയുന്നുണ്ട്, ഞാൻ മെഡിസിൻ കൊടുത്തുകൊണ്ട് ഇവർക്ക് കുറയുന്നുണ്ടെന്നൊരു തോന്നൽ വരും. അപ്പോൾ അതും കൂടെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ ബ്ലൈൻഡ് ചെയ്യും. അതായത് എനിക്കും അറിയില്ല ഞാൻ ആർക്കാ കൊടുത്തതെന്നുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഇനി വേറൊരു കാറ്റഗറി ഉണ്ട്, ട്രിപ്പിൾ ബ്ലൈൻഡ് എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ട്രിപ്പിൾ ബ്ലൈൻഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പാർട്ടിസിപ്പൻസിൽ നിന്നും അത് മറച്ചു വെക്കും, എന്നിൽ നിന്നും മറച്ചു വെക്കും, ഡേറ്റ കളക്ട് ചെയ്യുന്ന ആളുകളിൽ നിന്നും മറച്ചു വെക്കും. അപ്പോൾ നിങ്ങളേക്ക് ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഞാൻ തന്നെ അല്ലേന്ന്. ചില സിറ്റുവേഷനിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, ഇപ്പോൾ വലിയ റിസർച്ചൊക്കെ ആണെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആൾ തന്നെ ആയിരിക്കണമെന്നില്ല ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾക്കാരെയൊക്കെ എൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 3 പേരെടുത്തൊന്നും ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് ട്രിപ്പിൾ ബ്ലൈൻഡ് എന്ന് പറയുക. അപ്പോൾ ബ്ലൈൻഡിങ് തന്നെ 3 ടൈപ്പ് ഉണ്ട്: സിംഗിൾ ബ്ലൈൻഡ്, ഡബിൾ ബ്ലൈൻഡ് ആൻഡ് ട്രിപ്പിൾ ബ്ലൈൻഡ്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഓക്കെ, നമുക്ക് 22nd ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ റിസർച്ചർ ഹാസ് നോ കൺട്രോൾ ഓവർ ദ വേരിയബിൾസ് ഹി ഓർ ഷീ ക്യാൻ ഓൺലി റിപ്പോർട്ട് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഓർ വാട്ട് ഈസ് ഹാപ്പനിങ്. സച്ച് റിസർച്ച് ഈസ് കോൾഡ് ആസ്. അതായത് ഒരു റിസർച്ചറിന് അയാൾ ചെയ്യുന്ന റിസർച്ചിൻ്റെ വേരിയബിളിൽ കൺട്രോൾ ഇല്ല. അയാൾക്ക് ആകെ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചുമ്മാ റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളെങ്കിൽ അത് എന്ത് തരം റിസർച്ച് ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് വേരിയബിളിനെ ഒരു തരത്തിലും റിസർച്ചറിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലേ? ഒരു കൺട്രോളും ഇല്ല എന്ന് പറയുമ്പോൾ റിസർച്ചറിന് ഒരു തരത്തിലും വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഏതാണ്? എക്സ്പോസ്ഡ് ഫാക്ടോ ആണ്. മുന്നേ പറഞ്ഞിട്ടുണ്ട്, എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ചിൽ റിസർച്ചറിന് ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻ എന്തല്ല, പോസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 23.
വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേറ്റ്സ് മെയിൻലി ടു ദ ഇഷ്യൂ ഓഫ് കോസാലിറ്റി? കോസാലിറ്റി യുടെ ഇഷ്യൂ എവിടെയാണ് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോസ്, കാരണം. ഒരു കാരണം നമ്മുടെ ഏത് വാലിഡിറ്റീനെയാണ് ബാധിക്കുക? ഉറപ്പായിട്ടും ഇൻറ്റേർണൽ വാലിഡിറ്റീനെയാണ്. അതായത് ഞാനൊരു റിസർച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഞാൻ അതിനെപ്പറ്റി പഠിക്കുവാണല്ലോ. അപ്പം ഞാൻ എൻ്റെ റിസർച്ചിൽ ഞാൻ പഠിക്കുവാണ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് എന്ത് വാലിഡിറ്റിയാണ്? ഇൻറ്റേർണൽ വാലിഡിറ്റി. അപ്പോൾ കോസിനെ പറ്റിയൊക്കെ പഠിക്കുന്നത് ഏത് വാലിഡിറ്റിയിലാണ്? ഇൻറ്റേർണൽ വാലിഡിറ്റിയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഡീബ്രീഫിംഗ് ഇൻവോൾവ്സ് റിവീലിംഗ് ദ പേർപ്പസസ് ഓഫ് ദി റിസർച്ച് ടു ദി പാർട്ടിസിപ്പൻസ്. ഡീബ്രീഫിംഗ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് റിസർച്ചിൻ്റെ പേർപ്പസ് റിവീൽ ചെയ്യുന്നതാണെന്നാണ്. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് ഡീബ്രീഫിംഗ് എന്ന് പറയുന്നത് റിസർച്ചറിൻ്റെ അടുത്ത് പറയുന്നതാണ്, ഇതാണ് പേർപ്പസ്, റിസർച്ചിൻ്റെ പേർപ്പസ് എന്ന് നമ്മൾ പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് പറയുന്നതിനെയാണ് ഡീബ്രീഫിംഗ് എന്ന് പറയാം. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? ട്രൂ ആണല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? ട്രൂ ആണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കാം. ഡീബ്രീഫിംഗ് ഓഫ് പാർട്ടിസിപ്പൻറ്റ് ടേക്ക് പ്ലേസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സ്റ്റഡി. അല്ല, തുടക്കത്തിലല്ല ഡീബ്രീഫ് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ ഡീബ്രീഫ് ചെയ്യുന്നത്? അവസാനത്തിലാണ്. നമ്മൾ റിസർച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവരുടെ അടുത്ത് ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത് എന്ന് അവരുടെ അടുത്ത് അവസാനമാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ആദ്യം ചെയ്യുന്നത്? കൺസെൻ്റ് എടുക്കലാണ് ആദ്യം ചെയ്യുന്നത് അല്ലേ? അത് മാറിപ്പോവരുത്. അതായത് റിസർച്ചർ പാർട്ടിസിപ്പൻറ്റിൻ്റെ അടുത്ത് ഞാൻ ഈ റിസർച്ച് നിങ്ങളുടെ പുറത്ത് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നതിന് എന്താണ് പറയുക? ഇൻഫോംഡ് കൺസെൻറ്റ് അല്ലേ? കൺസെൻറ്റ് എടുക്കുന്നതാണ്. ഡീബ്രീഫിംഗ് എന്താണ്? ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെന്ന്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്, ഇതൊക്കെയാണ് ഈ റിസർച്ചിൻ്റെ പേർപ്പസ് എന്ന് അവസാനത്തിൽ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ഡീബ്രീഫിംഗ് എന്ന് പറയുക. അപ്പോൾ അത് അവസാനത്തിലാണ് ചെയ്യുക, ആദ്യത്തിലല്ല. ആദ്യത്തിൽ ചെയ്യുന്നത് എന്താണ്? ഇൻഫോംഡ് കൺസെൻ്റ് ആണ് ആദ്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ഇൻകറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഇൻഫോംഡ് കൺസെൻറ്റും ഡീബ്രീഫിങ്ങും മാറിപ്പോവരുത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 25ലേക്ക് പോവാം. വെൻ എ സെറ്റ് ഓഫ് പോസിബിൾ ആൻസേഴ്സ് ടു സെലക്ട് ഫോർ എ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ടു ദി റെസ്പോണ്ടൻറ്റ് ഇറ്റ് ഈസ് കോൾഡ്. അതായത് ഇപ്പം നമ്മളൊരു ഇത് പ്രത്യേകിച്ചും സർവേയിലാണ്. ഒരു സർവേയിൽ നമുക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം എന്തുമാവാം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതിനെയാണ് ഓപ്പൺ എൻഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ക്ലോസ്ഡ് എൻഡഡ് ആണെങ്കിലോ? ക്ലോസ്ഡ് എൻഡഡ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത രീതിയിൽ നിങ്ങൾ അതിനെ സമീപിക്കണം അല്ലേ? ഇപ്പം നമ്മൾ ചില സിനിമകൾ ഓപ്പൺ എൻഡഡ് എന്ന് പറയും, എങ്ങനെ വേണമെങ്കിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ അത് ക്ലൈമാക്സ് ചില സിനിമകൾ അവസാനിക്കുന്നത് ഒരു ക്ലോഷർ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഈ നായകയും കണ്ടുമുട്ടിയെന്നോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വന്ദനം സിനിമ ഒരു ഓപ്പൺ എൻഡഡ് ആണല്ലേ? ലാസ്റ്റ് എന്ത് സംഭവിച്ചു എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ചിലർക്ക് വേണമെങ്കിൽ അവർ പിന്നീട് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയെന്നോ അല്ലെങ്കിൽ ഇനി അവർ ഒരിക്കലും കണ്ടുമുട്ടിയില്ല എന്നെങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതിന് നമ്മൾ ഓപ്പൺ എൻഡഡ് എന്ന് പറയും. ചില സിനിമ അവസാനിക്കുന്നത് ക്ലോസ് എൻഡഡ് ആയിരിക്കും. അതായത് എന്താ സംഭവിച്ചതെന്നുള്ളത് സിനിമയിൽ തന്നെ കാണിച്ചു തരും. അതിനെയാണ് ക്ലോസ് എൻഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ട്, അതേപോലെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം ക്വസ്റ്റ്യനെ. ക്ലോസ് എൻഡഡ് എന്ന് പറയുന്നത് അതിനെ എങ്ങനെ വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എന്ന് ചോദിക്കുമ്പോൾ അത് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. അതേസമയം വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എന്ന് ചോദിക്കുമ്പോഴോ നിങ്ങളുടെ അഭിപ്രായമാണ്, അത് ഓപ്പൺ എൻഡഡ് ആണ്. വ്യത്യാസം മനസ്സിലായില്ല? അപ്പോൾ സർവേയിൽ നമുക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു സെറ്റ് ഓഫ് പോസിബിൾ ആൻസേഴ്സ് തന്നിട്ട് അതിൽ നിന്ന് ഒരു റെസ്പോൺസ് സെലക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് എങ്ങനെയുള്ള ചോദ്യമാണെന്നാണ്. എന്തായിരിക്കും? ഫിക്സ്ഡ് ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓപ്പൺ എൻഡഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ? ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്പൺ എൻഡഡ് എന്താണെന്ന് പറഞ്ഞു, ക്ലോസ്ഡ് എൻഡഡ് എന്താണെന്ന് പറഞ്ഞു. ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യന് സിമിലർ ആണ്, അല്ലെങ്കിൽ സെയിം ആണ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ്റെ മറ്റൊരു പേരാണ് ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഫിൽറ്റേർഡ് ക്വസ്റ്റ്യൻ? ഫിൽറ്റേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെലവൻറ്റ് ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കുന്നതാണ്. എന്തിനാണ് ഈ റെലവൻറ്റ് ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കുന്നത്?
ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്നതിനെയാണ് ഫിൽറ്റേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുക. അപ്പോൾ സർവേയിൽ നമുക്ക് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാം അല്ലേ. ഓപ്പൺ എൻഡഡ് ചോദിക്കാം, ക്ലോസ് എൻഡഡ് ചോദിക്കാം, ഫിൽറ്റേർഡ് ചോദിക്കാം, ഫിക്സ്ഡ് ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. നമ്മുടെ റിസർച്ചിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിൻ്റെ ഒരു രീതി അനുസരിച്ച് നമുക്ക് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാം. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഫിക്സ്ഡ് ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 26ലേക്ക് പോവാം. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫൈൻഡിങ്സ് ഇസ് എ കൊളാബറേറ്റീവ് ആക്ടിവിറ്റി ഓഫ് ബോത്ത് പാർട്ടിസിപ്പൻസ് ആൻഡ് റിസർച്ചർ ഇൻ ഏത് തരം റിസർച്ചിലാണ് ഈ പറയുന്ന പാർട്ടിസിപ്പൻസും റിസർച്ചറും ഒരേ സമയത്ത് ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫൈൻഡിങ്സ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ബി ആണ്, അതായത് അപ്ലൈഡ് റിസർച്ചാണ്. അപ്ലൈഡ് റിസർച്ചിലും ആക്ഷൻ റിസർച്ചിലും പാർട്ടിസിപ്പൻസിനും റിസർച്ചറിനും ഒരേപോലെ താല്പര്യമുണ്ട് എന്ത്? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലേ. അപ്പോൾ പാർട്ടിസിപ്പൻസും റിസർച്ചറും രണ്ടുപേരും ഒരുമിച്ച് ആ റിസർച്ചിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യും, അതിൻ്റെ ഫൈൻഡിങ്സിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ആക്ഷൻ റിസർച്ച് ഓപ്ഷനിലുണ്ടെങ്കിൽ അതും നമുക്ക് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണേ ഓപ്ഷനായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരേ സമയത്ത് പാർട്ടിസിപ്പൻസും റിസർച്ചറും ഇൻ്റർപ്രിറ്റ് ചെയ്യുകയാണ് ഫൈൻഡിങ്സിനെ എങ്കിൽ അത് ഉറപ്പായിട്ട് എന്തായിരിക്കും? അപ്ലൈഡോ ആക്ഷനോ ആയിരിക്കും. ബാക്കിയുള്ള റിസർച്ചിലൊക്കെ റിസർച്ചർ മാത്രമാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുക, പാർട്ടിസിപ്പൻസിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അവരവരുടെ ഐഡിയകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന ജോലി ആരുടെയാണ്? റിസർച്ചറിൻ്റെയാണ് അല്ലേ. പക്ഷേ അപ്ലൈഡ് റിസർച്ചിലും അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ചിലും എന്താണ്? റിസർച്ചറും പാർട്ടിസിപ്പൻസും ഒരേപോലെ ടേക്ക് പാർട്ട് ചെയ്യും ഫൈൻഡിങ്സ് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 27. ദ എത്നോഗ്രഫിക് റിസർച്ച് ഈസ് മോസ്റ്റ്ലി കണ്ടക്റ്റഡ് ഇൻ, എത്നോഗ്രഫി എന്ന് പറയുമ്പോൾ എത്നിസിറ്റിയെ പറ്റിയുള്ള പഠനമാണ്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്. എവിടെയായിരിക്കും നടക്കുക? അത് കുറേ തവണ നമ്മൾ കണ്ടതാണ്, നാച്ചുറൽ എൻവയൺമെൻറ്റ് അല്ലേ. അതിൻ്റെ ഇപ്പോൾ ഒരു എത്നിസിറ്റിയെ പറ്റി പഠിക്കണം, ഒരു ട്രൈബിനെ പറ്റി പഠിക്കാൻ നമ്മൾ എവിടെ പോയി പഠിക്കണം? അവരുടെ നാച്ചുറൽ എൻവയൺമെൻറ്റിൽ പോയി പഠിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28, ഇതും വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കോഡിംഗ് റിസർച്ച് പാർട്ടിസിപ്പൻസ് ഇൻ ടു ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആസ് മെയിൽ ആൻഡ് ഫീമെയിൽ റെപ്രസെൻറ്റ്സ്. നമ്മുടെ ഡേറ്റേനെ അല്ലെങ്കിൽ വേരിയബിളിനെ മെയിലെന്നും ഫീമെയിലെന്നും ഒക്കെ ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് ഏത് സ്കെയിലാണ് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നെയിമിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. മെയിൽ ഫീമെയിൽ എന്നാക്കുമ്പോൾ ഫസ്റ്റ് മെയിൽ സെക്കൻഡ് മെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ആക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ നെയിമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇതെന്താണ്? ക്വാളിറ്റേറ്റീവാണ്. അപ്പോൾ ഓർഡിനലും നമ്മുടെ ഓർഡിനലല്ല, നമ്മുടെ റേഷ്യോ സ്കെയിലും ഇൻ്റർവെൽ സ്കെയിലും ഒരിക്കലും വരില്ല അല്ലേ. റേഷ്യോ സ്കെയിലും ഇൻ്റർവെൽ സ്കെയിലും ആണെങ്കിൽ എന്താണ്? ഡേറ്റ നമ്പറിൻ്റെ രൂപത്തിലായിരിക്കും. ഇവിടെ നമ്പറിൻ്റെ രൂപത്തിലല്ല അല്ലേ. മെയിൽ ഫീമെയിൽ എന്ന് പറയുമ്പോൾ നമ്പറിൻ്റെ രൂപത്തിലല്ല ഡേറ്റ. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എന്ത് പറയാം? അത് ഇൻ്റർവെല്ലും റേഷ്യോ അല്ല എന്ന് പറയാം. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? നോമിനലും ഓർഡിനലും ആണ്. ഇവിടെ നെയിം മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, ഓർഡർ ആക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും? നോമിനൽ സ്കെയിൽ. വെരി സിമ്പിൾ ആൻസർ. തേഴ്സ്റ്റണും ലൈക്കേർട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, അപ്പോൾ അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 29. When a fixed list of questions is administered to all participants in the same order, it is known as സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആണ്. അതായത് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൽ ഫിക്സ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ, ഫിക്സ്ഡ് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത് ഒരു സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ, സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമ്മൾ ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കേണ്ടതെന്ന് നേരത്തെ തന്നെ ലിസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂവിനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുക. അപ്പോൾ അതൊരു സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു ഐഡിയ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. മറ്റ് ഇൻ്റർവ്യൂ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 30. Often, qualitative studies provide too many details of the setting that are investigated. ക്വാളിറ്റേറ്റീവ് സ്റ്റഡികൾ സെറ്റിങ്ങിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതാണ് പറഞ്ഞേക്കുന്നത്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്യും എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? ശരിയായിരിക്കും അല്ലേ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. Critics point out that qualitative research suffers from the issue of replication. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് റെപ്ലിക്കേഷൻ ഉണ്ടാവില്ല എന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. അതും ശരിയായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്തുകൊണ്ടാണെന്ന് പറയാം. അതായത് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കില്ല മറ്റൊരാളുടെ അഭിപ്രായം. എല്ലാവരുടെ അഭിപ്രായങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒന്നിൻ്റെയും റെപ്ലിക്ക ഉണ്ടാവില്ല. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിലോ, ഞാൻ 1 കിലോ അരി എടുക്കുമ്പോൾ
നിങ്ങൾ 1 കിലോ അരി എടുക്കുമ്പോൾ ഒരേ മെഷർമെൻ്റ് അല്ലേ, കാരണം നമ്മൾ തൂക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരു സാധനം ഉണ്ടാക്കി, അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ റെപ്ലിക്ക നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേസമയം ക്വാളിറ്റേറ്റീവിലോ എൻ്റെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചാണ് ഞാനൊരു കാര്യം ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ആകുമ്പോൾ അതെന്താവും, അതിനകത്ത് ചേഞ്ച് കാണും. അപ്പോൾ റെപ്ലിക്ക ഉണ്ടാക്കുക എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഇനി ഒരു 11 ക്വസ്റ്റ്യൻസും കൂടിയാണ് റിമൈനിങ് ആയിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഷോർട്ട്സ് ആയിട്ട് ഇടാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഒരു സെഷനും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ PYQ സെഷൻ തീരും, ലോങ് വീഡിയോ തീരും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. അപ്പോൾ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുമ്പോഴാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു ഏരിയ കവർ ആവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തിയറി പഠിച്ചു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യണം. അപ്പോഴാണ് ആ ഒരു പഠനം കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.